ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിഞ്ചിക്ക കൊണ്ട് ഒരു അച്ചാറാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ പുളിഞ്ചിക്ക എത്ര പേർക്ക് ഇഷ്ടമാണ് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. പുളിഞ്ചിക്ക നമ്മൾ വട്ടത്തിലാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുത്ത് അച്ചാറിടാം. നമ്മളിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നീട് ഒരു പാൻ എടുക്കുക. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു പച്ചമുളകാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. അത് വട്ടത്തിലാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നീട് ഇത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് ഇതേ ഒരു പരിവാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കി എടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇളക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണം വരും ഫ്രണ്ട്സ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നല്ല മണം വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു കൈ അളവ് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. പിന്നീട് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് വിനാഗിരി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച പുളിഞ്ചിക്കയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളിഞ്ചിക്ക ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ പുളിഞ്ചിക്കൊക്കെ കുറച്ച് ഗുണഗണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയോ ഫ്രണ്ട്സ്? ഇതിനകത്ത് നല്ല ധാരാളം വിറ്റമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കും. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഇതിൽ ധാരാളമായിട്ട് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്കറിയോ? ഇതിനകത്ത് ധാരാളം ഓക്സലേറ്റ് ഉണ്ടായതുകൊണ്ട് ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് പണി കിട്ടും. നമ്മളുടെ കിഡ്നിയുടെ ഹെൽത്തിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഫ്രണ്ട്സ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഫ്രണ്ട്സ്.